ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു നിൽക്കുന്ന താരം നമ്മുടെ ഗവർണർ തന്നെയാണല്ലോ. ഗവർണർ RSS ആണ് എന്നതാണ് ഒരു വിഭാഗം ആളുകളുടെ ഏക പരാതി. അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള രാഷ്ട്രീയവും മതവും ഒക്കെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പദവി എന്താണെന്നും അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ചുമതല അദ്ദേഹം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ പോരെ. ഇവിടെ പഞ്ചായത്ത് അംഗം മുതൽ രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വരെ RSS ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അപ്പോ മരുമോള് വെള്ളസാരി ഉടുത്താ മതി, മകൻ ചത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ നിലവിളിക്കുന്നത്. ഇപ്പോ ഗവർണർ RSS ആണ്. ആരോടാണ് ഈ പരാതി പറയുന്നത്? രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, അതല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി അല്ലാതിരിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് എന്തേ ഇവിടെ ഒരു തരത്തിലുള്ള അധികാരവും കൈയാളാൻ പറ്റില്ലേ? ഇവിടെ കമ്മികൾക്ക് മാത്രമായി ഈ രാജ്യം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഗവർണറെ നിയമിച്ച രാഷ്ട്രപതിയോടാണോ നമ്മൾ പരാതി പറയേണ്ടത്? അതോ ശുപാർശ ചെയ്ത കേന്ദ്ര മന്ത്രിസഭയോടാണോ? ഇനിയും കോടതിയിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയും സംഖ്യകളായ ജഡ്ജിമാരുണ്ടാകുമോ എന്ന് നിങ്ങൾ പരതി നോക്കുമോ? ഓരോ വ്യക്തിയുടെയും പദവിയിലിരിക്കുന്ന വ്യക്തികളുടെയും രാഷ്ട്രീയവും അവരുടെ മതവും അവരുടെ ആശയവും ആദർശവും നോക്കുന്നതിന് മുമ്പ് അവർ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നതല്ലേ നമ്മൾ നോക്കേണ്ടത്. അതല്ലാത്ത ആളുകൾ തൊണ്ടകീറി നിലവിളിക്കുമെന്നുള്ളതല്ലാതെ എന്ത് കാര്യം? ഗവർണർ ആരാണെന്നോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നോ അല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഗവർണർ ഉയർത്തിയ വിമർശനങ്ങൾ, അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ശരിയോ തെറ്റോ? മുഖ്യമന്ത്രിയുടെ മുൻ അധ്യാപകൻ കൂടിയായിരുന്ന ഇപ്പോ MN വിജയൻ മാഷ് പറഞ്ഞതേ ഇക്കാര്യത്തിലും പറയാനുള്ളൂ. കുഴപ്പം പിടിച്ച ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാൽ കുട്ടി ക്ലാസ്സിൽ നിന്ന് പോകും. പക്ഷേ വീണ്ടും ക്ലാസ്സിനകത്തുള്ള മിക്ക കുട്ടികളിലും ഇതേ ചോദ്യം തന്നെ ഉന്നയിക്കും. അവർ ഉരുത്തിരിയും അവരുടെ ചിന്തകളിൽ ഇതേ ചോദ്യം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരം നിലപാടുകൾ ഉപേക്ഷിച്ച് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം. അതാണ് മലയാളികൾ കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഗവർണറുടെ രാഷ്ട്രീയം എന്താണ്? മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം എന്താണ്? ഇതിവിടുത്തെ വിഷയമേ അല്ല. മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ചില്ലുമേടയിലിരുന്ന് തന്റെ പ്രജകളെ നോക്കി പല്ലിളിക്കുന്നതിനേക്കാൾ ഇതുപോലെ നമ്മുടെ ഗവർണർ ഇന്ന് കാണിച്ചതുപോലെ ആളും അമ്പാരിയും നെറ്റിപ്പട്ടവും ഇല്ലാതെ, ബ്ലാക്ക് കാറ്റുകളുടെ അകമ്പടിയില്ലാതെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടുത്തെ അടിസ്ഥാന ചോദ്യം. ഒരു ഭാഗത്ത് ദാവൂദ് ഇബ്രാഹിം ചത്തോ കൊന്നോ, എങ്ങനെയാണ് ചത്തത്, പേസ്റ്റിൽ വിഷം കലർത്തിയാണ് കൊന്നത് എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ, അജിത് ഡോവലും അജ്ഞാതനും കൂടെ ഇരിക്കുന്ന ചില ദൃശ്യങ്ങൾ ബ്ലറി ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. എന്തായിരുന്നാലും നമുക്കറിയില്ല. അജ്ഞാതനാണ് വകവരുത്താൻ ശ്രമിച്ചതെങ്കിൽ അജ്ഞാതൻ 1000 നന്ദി. കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആരാണോ തലവേദനയായി നിൽക്കുന്നത്, ആരാണോ ഈ രാജ്യത്തിന്റെ സുസ്ഥിരമായ പോക്കിന്, ഈ രാജ്യത്തിന്റെ നിലപാടിന് താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്, അവരെ അജ്ഞാതൻ കൊല്ലുമ്പോൾ ഓരോ രാജ്യസ്നേഹിയും സന്തോഷിക്കുകയേ ഉള്ളൂ. ദാവൂദ് ഇബ്രാഹിമിനെ അജ്ഞാതൻ വകവരുത്തി എന്ന വാർത്തയേക്കാൾ കേരളത്തിൽ ചർച്ചയായത് ഇന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചില നടപടിക്രമങ്ങളാണ്. അതായത് അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് അവിടെ ഔദ്യോഗികമായ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞു. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അതിന് SFIയുടെ വലിയ സമരം നമ്മൾ കണ്ടു. SFIയുടെ ബാനറുകൾക്കെതിരെ രോഷാകുലനായി ഗവർണർ അന്ന് തന്നെ പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് ഗവർണർ ഒരു നിർണായക നടപടിക്രമത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു. അതായത് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് അദ്ദേഹം നടന്നു വരുന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്ന്
നിന്ന് ഇറങ്ങി മിഠായി തെരുവിൽ നടക്കുന്നു, കടകളിൽ കയറി ഇറങ്ങുന്നു, ഹൽവ കഴിക്കുന്നു. അതിന് തൊട്ട് മുന്നേ വാർത്താലേഖകരെ കണ്ട് തനിക്ക് ഈ കേരള പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ല, കാരണം SFIയുടെ ഗുണ്ടകൾ അവർ ഈ ബാനറുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ബാനറുകൾ ഈ കലാലയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിന് കൂട്ടുനിന്നത് കേരള പോലീസാണ്. കേരള പോലീസിനെ ഇല്ലാതാക്കുന്നത്, കേരള പോലീസിനെ സ്വാധീനിക്കുന്നത്, നിശ്ചലമാക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഈ പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് ചീഫ് സെക്രട്ടറിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം ഈ മിഠായി തെരുവിലേക്ക് കടക്കുന്നത്. തന്നോട് ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ വരും, ഞാനിതാ ഈ തെരുവിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് വെല്ലുവിളിച്ച ശേഷമാണ് അദ്ദേഹം മിഠായി തെരുവിലേക്ക് കടന്നത്. അതിവേഗം ബഹുദൂരം എന്ന പരിപാടിയിലൂടെ സാധാരണ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്ന ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ ഈ കേരളം ഓർമ്മിക്കാതെ പോകില്ല. ഈ സാഹചര്യത്തിൽ ഒരു ഗവർണർ ഇറങ്ങിച്ചെല്ലുകയാണ് സാധാരണ ജനതയിലേക്ക്. അത് വളരെയധികം അത്ഭുതകരമായിരുന്നു. അതായത് ഗവർണറെ ഈ സാധാരണക്കാരുടെ തെരുവ് വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അവർ കയ്യടികളോടുകൂടി സ്വീകരിക്കുന്നു, കടകളിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു, ഗവർണർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, പിന്തുണ അർപ്പിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ വലിയ ആതിഥ്യ മരളി ആണ് ഗവർണറെ സ്വീകരിച്ചത്. ആതിഥ്യ മര്യാദകളോടുകൂടി തന്നെയാണ് ഗവർണറെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ഈ പ്രവൃത്തിയിൽ കൊണ്ട് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും SFIക്കും ഇന്ന് വലിയ തിരിച്ചടിയാണ് ഏറ്റത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതിൽ 3 സന്ദേശങ്ങളുണ്ട്. ഒന്നാമത്തേത് SFIക്കെതിരെയുള്ള സന്ദേശമാണ്. താൻ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ തന്നെ തടഞ്ഞു നിർത്തി കാറിന്റെ ബോണറ്റിലും ചില്ലിലും ഒക്കെ അടിച്ച SFI സഖാക്കൾ ഈ അന്ന് തന്നെ ആ സഖാക്കൾക്ക് ഈ കേരള ഗവർണർ ഒരു കുറച്ച് മറുപടി നൽകിയതാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങി വിരട്ടിയതോടുകൂടി സഖാക്കൾ ഓടി മറിഞ്ഞതും നമ്മൾ കണ്ടതാണ്. ആ SFI ആണ് കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാലുകുത്തി അദ്ദേഹം കോഴിക്കോട് തങ്ങാനായിരുന്നത്. പക്ഷേ ഈ ഭീഷണി കേട്ട ഗവർണർ ഈ ക്യാമ്പസിനുള്ളിലേക്ക് താമസം മാറ്റുന്നു. അത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ 3 ദിവസം താമസിക്കുന്നു. പിന്നീട് ഇതാ ക്യാമ്പസിൽ പോലീസിന്റെ സുരക്ഷ മാത്രമല്ല, പോലീസിന്റെ സുരക്ഷ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് താൻ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവിടെയും SFIക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഗവർണർ നൽകുന്നത്. രണ്ടാമത്തെ സന്ദേശം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അതായത് കേരള മുഖ്യമന്ത്രിയേക്കാൾ ജനകീയം ഞാനാണ്. കാരണം ഈ 140 മണ്ഡലങ്ങളിലും ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും സഞ്ചരിക്കുന്നുണ്ടല്ലോ. പോകുന്നിടത്തെല്ലാം കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ട്. മുഖ്യമന്ത്രിയെ ആ രീതിയിലല്ല ജനങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിലച്ചിരിക്കാതെ ഇതാ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നത് കാണും. പീപ്പിൾസ് ലവ് മീ, ഐ ലവ് പീപ്പിൾ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ആ സന്ദർശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൂർത്തിയാക്കിയത്. മൂന്നാമത്തേത് ഈ മുഖ്യമന്ത്രിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ദാർഢ്യം നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയോടുള്ള വെല്ലുവിളിയാണ്. തനിക്ക് സുരക്ഷയില്ലെങ്കിലും തനിക്ക് ഗവർണർ എന്ന പദവിയില്ലെങ്കിലും താൻ ഈ തെരുവിലേക്ക് ഇറങ്ങും, അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും തനിക്കുണ്ട് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം കേരള മുഖ്യമന്ത്രിക്ക് ഇതുപോലെ സുരക്ഷയൊക്കെ ഒഴിവാക്കിയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഗവർണർ ഇവിടെ ചോദിക്കുന്നത്. കേരള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. കേരള മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ കട തുറക്കാൻ പാടില്ല, ഗ്യാസ് കത്തിക്കാൻ പാടില്ല, കറുപ്പണിയാൻ പാടില്ല, മതിലുകൾ കെട്ടാൻ പാടില്ല. ഇങ്ങനെ വലിയ വലിയ നിബന്ധനകളാണ്. അത് മാത്രമല്ല മുഖ്യമന്ത്രി കടന്നു പോകുന്ന ജില്ലകളിലെല്ലാം ഈ കരുതൽ തടങ്കലുകൾ നടത്തുന്നു. ഇങ്ങനെ ആളുകളെ കരുതൽ തടങ്കലിൽ വെച്ച് പ്രതിഷേധിക്കുന്നവരുടെ തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് 100 കണക്കിന് പോലീസുകാരുടെ സുരക്ഷയിൽ നടക്കുന്ന കേരള മുഖ്യമന്ത്രിക്ക് ഒരു വെല്ലുവിളിയോടുകൂടിയാണ് ഇന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലെ തന്റെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ 100 വട്ടം അത് തന്നെയാണ് യാഥാർത്ഥ്യം. സാധാരണ ജനതയിലേക്ക് ഇറങ്ങിപ്പോകാൻ തയ്യാറല്ലാത്ത ഭരണാധികാരികൾ ആരെയാണ് ഭയക്കുന്നത്? താൻ ഭരിക്കുന്ന ആളുകൾ തന്നെ അങ്ങ് കൊന്നുകളയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാഗത്ത് എവിടെയൊക്കെയോ താളപ്പിഴകളില്ലേ? ആ പിഴവുകളാണ് തന്റെ അപകർഷതാബോധം എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഞാനൊരു നല്ല മുഖ്യമന്ത്രിയല്ല, എന്റെ ഭരണം ശരിയല്ല, പല മേഖലകളിലും ഞാനൊരു പോരായ്മയാണ്, ഞാനൊരു പരാജയമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് എന്റെ ജനത എന്നെ കൊല്ലുമോ എന്ന് ഭയപ്പെട്ട് ഇത്രയധികം ആളും അമ്പാരിയും എസ്കോട്ടുമൊക്കെയായി ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്. ചില്ലുമേടയിലിരുന്ന് വണ്ടിക്കകത്തിരുന്ന് നോക്കുകയാണ് അകത്തോട്ട് പുറത്തോട്ട്. പക്ഷേ മറ്റു ഭരണാധികാരികളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നില്ലേ? നന്ദി.